കഴിഞ്ഞ ദിവസം അപകടം നടന്ന പീരുമേട് മുസ്ലിം പള്ളിക്ക് സമീപത്തെ വളവിൽ ദേശീയപാത വിഭാഗം അപകട മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കിയത് പര്യാപ്തമല്ലെന്ന പരാതി ശക്തം. നിലവിൽ ഈ വളവിൽ അപകട സാധ്യതയുള്ള ഭാഗത്ത് റിബൺ വലിച്ചുകെട്ടിയാണ് മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഈ ഭാഗത്ത് ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ച് സുരക്ഷിതമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യമുന്നയിക്കുന്നത്. ദേശീയപാത 183 നിരന്തരം അപകടമുണ്ടാകുന്ന ഒരു മേഖലയായി മാറിയിരിക്കുകയാണ് പീരുമേട് മുസ്ലിം പള്ളിക്ക് സമീപത്തെ വളവ്. വലിയൊരു വളവാണ് ഇവിടെയുള്ളത്. ഈ വളവിൽ റോഡിന് ആവശ്യമായ വീതിയില്ലാത്തതും റോഡിന് ഇരുവശവും കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിച്ചിരുന്നു. കൂടാതെ ഈ വളവിന് സമീപം റോഡിൻ്റെ ഒരു ഭാഗത്ത് കുഴിയും രൂപപ്പെട്ടിരുന്നു. ഈ കുഴിയിൽ വീണാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം വിദേശ വിനോദസഞ്ചാരി ഈ ഭാഗത്ത് അപകടത്തിൽപ്പെട്ടതോടെ ഈ ഭാഗം സുരക്ഷിതമാക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ഇത് മാധ്യമവാർത്തയാകുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ദേശീയപാത വിഭാഗം ഈ ഭാഗത്തെ കാടുപടലങ്ങൾ വെട്ടിമാറ്റി റോഡിൻ്റെ അപകടമുണ്ടാകുന്ന സ്ഥലത്ത് സൂചനയായി റിബണുകൾ കെട്ടിയിരിക്കുന്നത്. എന്നാൽ ഇതുപോരാ, ഈ ഭാഗത്ത് അടിയന്തരമായി ക്രാഷ് ബാരിയറുകൾ നിർമ്മിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യം ഉയർത്തുന്നത്. അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അവിടെ കുറേ റിബൺ വലിച്ചു കെട്ടി ആ കുഴിയിലേക്ക് വണ്ടി പോകാതിരിക്കാൻ വേണ്ടിയുള്ളൊരു മുട്ടുശാന്തി പരിപാടിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഇപ്പുറത്തേക്കെല്ലാം ക്രാഷ് കാർഡ് വെച്ച് തന്നെ അവിടെ ഇങ്ങനെ വണ്ടിയൊന്നും പോകാതെ ഇടിച്ചാലും നിൽക്കാവുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെയും ഇത് അടിയന്തരമായിട്ട് ആ കുഴിക്കും അടിയന്തരമായി ചെയ്യേണ്ടത് ക്രാഷ് കാർഡ് വെച്ചുള്ള സുരക്ഷയാണ് ഒരുക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള നടപടികൾ NH അതോറിറ്റി ചെയ്യണം. പ്രതിഷേധം ശക്തമായപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്ന വിധത്തിൽ റിബണുകൾ വലിച്ചുകെട്ടിയതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ശബരിമല തീർത്ഥാടകർ കടന്നുപോകുന്ന ഒരു പാതയായതിനാൽ അടിയന്തര സാഹചര്യം മനസ്സിലാക്കി ഈ ഭാഗത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യം ഉയർത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.